ഞാൻ ഇന്നിപ്പം ഇവിടെ പണിയെടുക്കാൻ പോകുന്ന വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് കെട്ടിയിട്ട് കെട്ടി തൈ നടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. 2 വെണ്ട തൈൻ്റെ അത് ഇതിൽ നട്ടു കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഞാൻ ഒരു തരം ഒരു പ്രത്യേക തരമുള്ള ഒരു ജാതി ഒരു തരം നടൽ നമുക്ക് കാണിച്ചു ചകരിച്ചോറ് തന്നെ. ഇതിപ്പോൾ ഇങ്ങനെ അതിൽ കുറച്ച് വളം കൂടി ഇട്ടേ, കുറച്ച് വളം കൂടി വാരി ഇപ്പോൾ 2 വെണ്ടത്തൈ നടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ഈ വെണ്ടത്തൈ നടുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് നടുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു തരത്തിൽ സാധാരണ നമ്മൾ നടുമ്പോഴല്ല, ഞാനിത് വേറെ തരത്തിലേക്കാണ് നടാൻ. അത് കാണിച്ചു തരാനാണ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടേ, എന്താ ഇതിപ്പോൾ ഇതൊരു വെണ്ടത്തൈയാണ്, 2 വെണ്ടത്തൈയാണിത്. ഇപ്പോൾ ഇതുണ്ട ഇതേപോലെ ഇതിപ്പോൾ 2 വെണ്ടത്തൈയാണ്. ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ എല്ലാം കൂടി ആക്കിയതാണ്. ഇതെല്ലാ വളവും എല്ലാം കുമ്മായെല്ലാം കൂടി ആക്കി പ്രോട്ടീൻ മിശ്രിതമാക്കി വെച്ചതാണ്. ഇത് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇതിങ്ങനെ നിറച്ചിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ആക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ കെട്ടുക, ഇതിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ കെട്ടുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ കെട്ടിയിട്ട് ഒരു തരം ഒരു നടൽ നമുക്ക് നട്ടു നോക്കാമല്ലോ. ഞാൻ കാണിച്ചു തരാമല്ലോ. ഇതെങ്ങനെ നട്ടിട്ട് ഒരു വെറൈറ്റി നടലാണ് വെണ്ട. കണ്ടില്ല, ഇതേപോലെ വാരി നട്ടട്ടെ. നമുക്ക് നടാൻ കാണിച്ചു തരാം ഇങ്ങനെ നടന്നു. ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കിട്ടുക. കുറച്ചും കൂടിയില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതെടുത്തിട്ട് ഇതിപ്പോൾ എന്തെങ്കിലും പരിപാടി വെച്ചാൽ 2 ബാഗ് എടുക്കുക. ഈ 2 ബാഗ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കെട്ടിയിടുക. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കവിച്ചിട്ട് ഇല്ലേ, ഇതേപോലെ ഇടുക. ഇതേപോലെ ഇട്ടിട്ടാകുമ്പോൾ
ഇതിൻ്റെ നടുക്കാണ് ഇതിങ്ങനെ തിരിച്ചിട്ടിടുക. ഇല്ലെന്ന് വെച്ചാൽ കളയൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വളവും എല്ലാം കൊടുക്കാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നടുക്കുന്നു നമ്മൾ ഇപ്പോൾ അവിടെ തൈ നടാനുള്ള ഒരു സൗകര്യം വേണം. ഇതിൻ്റെ അകത്ത് ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ തൈ നടണ്ടേ, തൈ നടണം, വളം ഇടണം, വെള്ളമെല്ലാം വയ്ക്കണ്ടേ. അതിന് വട്ടത്തിൽ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇത് മുറിച്ചിട്ട് റൗണ്ടിൽ മുറിക്കുക. റൗണ്ടിൽ മുറിക്കുക. കണ്ടില്ലേ? ഇപ്പം ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചു. അതേപോലെ ഇത് മുറിക്കട്ടെ. ഇപ്പോൾ 2 വെണ്ടത്തൈയാണ് ഞാനിപ്പോൾ തടാൻ പോകുന്നു. കാണിച്ചു തരാതെ നിങ്ങൾക്ക് ഇതെങ്ങനെ നടന്നു എന്നുള്ളത് കാണിച്ചു തരാം. കണ്ടാ ഇത്ര വീതിയിൽ മുറിച്ചിട്ടുണ്ട്. കണ്ടാ ഈ പൂവിൻ്റെ നടുക്കാണ് ഇനിയിപ്പം തൈ നട്ടത്. ഞാൻ വെണ്ടത്തൈ നട്ടേ. ഇതാ വെണ്ടത്തൈ. ഇത് കണ്ടല്ലേ, ഇതാ വെണ്ടത്തൈയായി. ഇതിപ്പോൾ ഇങ്ങനെ നടുക്ക് ഇതിൻ്റെ നടുക്ക് കുഴിയാക്കിയിട്ട് അവിടെ നട്ട് കൊടുക്കുക. കണ്ടില്ലേ? കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇതിപ്പോൾ വെയിറ്റ് ഒന്നുമില്ല. കണ്ടാ ഇതാ ഇതാ കണ്ടില്ലേ? ഇതാ ഇത് വെയിറ്റുമില്ല. നമുക്കിങ്ങനെ എടുത്തിട്ട് എടി കൊണ്ടുപോവുക ചെയ്യാം. നല്ല സുഖമായിട്ട് ഇതുണ്ട്. കണ്ടാ കണ്ടാ ഇതാ ഇട്ടിട്ട് ഇതിനി നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം. ഇതാണ് ഇന്നത്തെ പരിപാടി. നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇത് അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇത് ഒരു തരം നടലാണ്. ഇതേപോലെ തൈ നട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഉഷാറോടെ അതിൻ്റെ നടുക്ക് മാത്രം ഒഴിച്ചാൽ 4 പുറം പുറത്ത് പോവില്ല, വളമൊന്നും പുറത്ത് പോവില്ല. വളവും അല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളം ലൈന് തന്നെ നിൽക്കും. നല്ല ഒരു കീടങ്ങളൊന്നും അധികം ബാധിക്കില്ല ഇതിങ്ങനെയാകുമ്പോൾ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ധരിക്കുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും പിന്നെ സബ് ചെയ്യാത്തവരങ്ങ് സബ് ചെയ്യുക. ഇതെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.